ഹലോ ഗൈസ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നിങ്ങളുടെ ഫ്രീ ഫയറിൽ CS റാങ്കഡ് ഗെയിം പ്ലേ ആയിട്ടോ. നമ്മളിതാ CS റാങ്കഡ് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ടാക്കിയിട്ട് കേട്ടോ. നമ്മൾ തോക്കും കാര്യങ്ങളൊക്കെ USP അല്ല WSP കാര്യങ്ങളൊക്കെ എടുത്തിട്ടോ. നമ്മൾ ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ടായിട്ടുണ്ട്. നമ്മൾ ഈ കളി നമ്മൾ 40 സ്റ്റാറായിട്ട് ആയിരുന്നു കേട്ടോ. എങ്ങനെയെങ്കിലും ഇതടിക്കണ വെച്ചിട്ടാണ്, മാസ്റ്റർ അടിക്കണ വെച്ചിട്ടാണ്. നമ്മൾ ഇതുവരെ മാസ്റ്റർ കാര്യങ്ങൾ ഈ അക്കൗണ്ടിൽ അടിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ അത് അടിക്കണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കളിക്കണേ. അപ്പോൾ ഫസ്റ്റ് ടൈം നോക്കുകയാണെങ്കിൽ തന്നെ നമ്മളെല്ലാം അടിച്ച് നോക്കാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് കളി നമ്മുടെ ടീംമേറ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ റിവൈവ് ചെയ്തിട്ടുണ്ടോ കണ്ടോ. ഫസ്റ്റ് കളി മലയാളികൾ തന്നെ തോന്നുന്നു കേട്ടോ. എന്നെ ലോബിയിൽ നിന്നപ്പോൾ ഇൻവൈറ്റ് ചെയ്താണ് മലയാളികൾ തന്നെ തോന്നുന്നു കേട്ടോ. അപ്പോൾ ഇതാ രണ്ടാമത്തെ റൗണ്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ MP5 കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടോ. MP5 2 മഷ്റൂമും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇനി അങ്ങനെ രണ്ടാമത്തെ റൗണ്ട് തുടങ്ങിയിട്ടോ. ഇനിയിപ്പോൾ ഈ റൗണ്ട് ആരെടുക്കുന്ന അറിയില്ല. എങ്ങനെയും മാസ്റ്റർ അടിക്കണം കേട്ടോ. അതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഒരു എയിം പറയുകയാണെങ്കിൽ. അപ്പോൾ ഗെയിം കാര്യങ്ങൾ തുടങ്ങിയിട്ട് നമ്മൾ ഈ പാലത്തിൻ്റെ മുകളിൽ കൂടെ കയറി പോകാച്ചിട്ടോ. ഞാൻ ഒട്ടുമിക്ക CS കളിക്കുമ്പോൾ അങ്ങനെയാണ് ചെയ്യാറ്. ചിലപ്പോഴൊക്കെ കേട്ടോ നേരെ കയറി പോകുള്ളൂ. നേരെ കയറി പോയി അടി കിട്ടണ വഴി അറിയില്ല. ബാക്കിൽ നോക്കിയപ്പോൾ ടീംമേറ്റും കാര്യങ്ങളൊക്കെ ഓടി തന്നെ കേട്ടോ. അപ്പോൾ എന്തായാലും ഇവിടുന്ന് നോക്കട്ടെ. നമുക്ക് എന്തായാലും താഴത്തേക്ക് ചാടാട്ടോ. നമ്മൾ താഴത്തേക്ക് ചാടിയിട്ട് ഇതേനെ പോയേക്കാം. ചിലപ്പോൾ ചിലവന്മാർ ചിലപ്പോൾ ഇതേനെ വരുന്നുണ്ടാവും, പറയാൻ പറ്റില്ല. ആരെന്നെ വിശ്വസിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമുക്ക് ഇതേ പോയേക്കാട്ടോ. ഇതേ പോയി നോക്കുമ്പോൾ ഇവിടെ ഒന്നും അങ്ങനെ കാര്യമായിട്ടില്ല കാണാനില്ല. നമുക്കത് സ്റ്റെപ്പ് കയറി നോക്കാട്ടോ. ഇത് കയറുമ്പോഴും ആരും കാണാനില്ല. അതാ നമ്മുടെ വലത്ത് സൈഡിലും അടി കാണാൻ സുഹൃത്തുക്കളെ. നമ്മുടെ ടീമേറ്റിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാക്കിയിട്ടുണ്ട് കേട്ടോ. സംഭവം മാർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, പക്ഷെ എവിടെ എനിമീനൊന്നും കാണാനല്ലോ. സുഖം മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അവൻ്റെ റിവൈവ് വെച്ചിട്ട് വന്നത്, പക്ഷെ അവൻ അപ്പത്തിനും ഡെഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എനിമിനെ കാണാനില്ല. ഇവിടെ സോ അവൻ നമ്മുടെ ബാക്കിൽ ഒളിഞ്ഞിരിക്കുന്ന ഗ്ലൂ വാൾ ഇടാനൊന്നും പറ്റിയില്ല. പെട്ടെന്നുള്ളൊരിതിന് ഗൈസ് അവൻ എന്താ ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടു കേട്ടോ. അവൻ ഇമോട്ടും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും അവനെ കൊല്ലാൻ നോക്കാം. എങ്ങനെയെങ്കിലും കളി ജയിക്കണം കേട്ടോ. അതാണ് നമ്മുടെ മെയിന്. അവനെ നമുക്ക് കൊല്ലാൻ പറ്റിച്ച കൊല്ലാം, അല്ലെങ്കിൽ ടീംമേറ്റ് ആരെങ്കിലും കൊന്നാലും മതി. നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ റൗണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ P90 കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. രണ്ടാമത്തെ അല്ല മൂന്നാമത്തെ റൗണ്ടാണ്. നമ്മൾ P90 കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ വലയം പോയാലും ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റില്ല. എന്താ നമ്മുടെ ഒരു അലോക്കൊക്കെ ഓടി പോകുന്നു കേട്ടോ. നമ്മൾ പിന്നെ ബൂക്കോ ഇട്ടിട്ടാണ് കളിക്കുക. അത് കാരണം പിന്നെ വലിയ സീനില്ല. ഞാൻ അലോക്കായിരുന്നു ആദ്യമായിട്ട് കളിച്ചിരുന്നത്. ഞാൻ പിന്നെ BR-ലാണ് ഇപ്പോൾ അലോക്ക് ഇട്ട് കളിക്കുള്ളൂ. അപ്പോൾ നമ്മൾ തൂണിൻ്റെ ഇവിടെ നോക്കാം കേട്ടോ. അവിടെ നിന്ന് ആരും കാണാനില്ല. നേരെ പോയി ഡ്രോപ്പ് എടുക്കട്ടോ. നല്ല ഗണ്ണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡ്രോപ്പിൽ നിന്ന് എടുക്കുക പോയിട്ട് നമുക്ക് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നിട്ട് ഇവിടെ ആരെയും കാണാനില്ല. എന്തായാലും ഇങ്ങോട്ട് പോയോ കേട്ടോ. ഇവിടെ ഡ്രോപ്പിൻ്റെ ഇത് ഫുള്ളായിട്ട് നല്ലൊരു തോക്കുണ്ടെങ്കിൽ നമുക്ക് എടുക്കട്ടെ. അതിൻ്റെ ഉള്ളിൽ നിന്ന് അത് ഫുള്ളായിട്ട് അപ്പം വേണ്ടില്ല ഗൈസ്. എനിക്ക് ഞാൻ വിചാരിച്ചതാണോ എല്ലാവരുടെ അത് മുതൽ കേൾക്കാൻ വരുന്നതൊക്കെ ഗൈസ് പോയി കണ്ടോ. ഞാൻ നല്ല തോക്കുണ്ട് വെച്ചിട്ട് എടുക്കാമെന്നായിരുന്നു. എടുത്ത് തോക്കുണ്ടായണാവാ, എനിക്ക് കാണാൻ കൂടെ കിട്ടിയില്ല. അപ്പത്തിനൊക്കെ വന്ന് പെറുക്കൽ കഴിഞ്ഞു. ആ ടീമേറ്റിനെ അടി ഇട്ടിരുന്നു. നമ്മൾ അവനെ ഓടി വന്നെ നോക്കാൻ കിട്ടും. പിന്നെ ഒരു തന്നെ വീടിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അവനെ റിവൈവ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ നമ്മുടെ ടീംമേറ്റിനെ. നമ്മുടെ കില്ല് അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട്. അവൻ അതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നുണ്ട് അടിക്കുക. അവൻ്റെ ടീംമേറ്റും കാര്യങ്ങളൊക്കെ അടിച്ച് നോക്കാക്കിയിട്ടുണ്ട്. പക്ഷെ ഫുഡ് സ്റ്റെപ്പ് എവിടുന്നോ കേൾക്കുന്നുണ്ട് സുഹൃത്തുക്കളെ. നമുക്ക് ഇവനെ എന്തായാലും റിവൈവ് ചെയ്ത് കേട്ടോ. അവനെ റിവൈവ് ആക്കി കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നോട്ട് ഗ്ലൂ ആൾട്ട്. പക്ഷെ ടീംമേറ്റിൻ്റെ ഫ്രൂട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. എവിടുന്നാന്നൊന്നും അറിയില്ല. നമുക്ക് വീടിൻ്റെ മണ്ടയ്ക്ക് നോക്കട്ടോ. ഇവിടെ ചിലപ്പോൾ ഉണ്ടാവാൻ വഴിയുണ്ട്. പക്ഷെ ഇവിടെ ഒന്നും ആരും കാണാല്ലേ സുഹൃത്തുക്കളെ. അയ്യോ സാധാരണ പോ. പക്ഷെ എനിക്ക് അടിക്കാൻ പറ്റിയില്ല കേട്ടോ. അത് ഗെയിം കാര്യങ്ങളൊക്കെ ലോക്കായി പോയി. അപ്പോൾ നമുക്ക് ഇവിടെ എന്തായാലും അടച്ചേക്കട്ടോ. നമ്മൾ ചിലപ്പോൾ ഇത് ചാടി വരാൻ സാധ്യതയുണ്ട്. നമ്മൾ അടയ്ക്കാൻ പറ്റും. നമ്മൾ ടീമേറ്റും കാര്യങ്ങളൊക്കെ കളി കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ 2-1 കളി പോകാൻ പോയിട്ടുണ്ട് കേട്ടോ. നാലാമത്തെ റൗണ്ട് കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇനി നമ്മുടെ അടുത്ത് ഈ സ്കാറ് മാറ്റി നമുക്കൊരു AWM മേടിക്കാം കേട്ടോ. സ്കാറ് മാറ്റിയിട്ട് നമ്മളൊരു AWM കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടോ. 2 മഷ്റൂമും ഗ്ലൂ വാളും ഒക്കെ മേടിക്കട്ടോ. വെസ്റ്റ് മേടിക്കാനുള്ള പൈസ ഉണ്ടായിരുന്നില്ല കേട്ടോ. അല്ലെങ്കിൽ വെസ്റ്റ് മേടിക്കായിരുന്നു. പക്ഷേ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാണ്ടായിപ്പോയി. നമ്മുടെ ടീംമേറ്റ് കാര്യങ്ങളൊക്കെ MVP അതിൻ്റെ തിരയുടെ മുകളിൽ ഇങ്ങനെ കാണിക്കുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ റൗണ്ട് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മളിത് എനിമീനെ നോക്കട്ടോ. എനിമീസ് ഇങ്ങനെ ഓടി പോണത് കാണാണ്ട്. ചിലപ്പോൾ അപ്പുറത്തെ സൈഡാണെന്നൊന്നും അറിയില്ല. എനിമീസ് ഈ സൈഡിലാണ് തോന്നുന്നു. നമുക്ക് എന്തായാലും ടീമുകളുടെ ഒപ്പം ഒന്ന് കളിക്കാം. എന്നാലാണ് ടീം വർക്ക് വർക്കൗട്ട് ആവുള്ളൂ. അപ്പം ചെക്കന്മാർ പോയിട്ട് ഡ്രോപ്പ് തന്നെ തുറന്നിട്ട് കേട്ടോ. ഡ്രോപ്പിൽ എന്തെങ്കിലും ഉണ്ടോ? ഡ്രോപ്പ് ഒന്നും എടുക്കണ്ട. ഇനിയിപ്പോൾ എടുത്തിട്ട് നമുക്ക് ഇവിടെ ആർക്കും സ്മോക്ക് ഇട്ട് പോയക്കാനൊക്കെ കേട്ടോ. നമുക്ക് എന്തായാലും പോയോക്കാം. ഇവിടെ ഇതിൻ്റെ ബാക്കിൽ എനിമീസ് കേട്ടോ. നമുക്ക് തോക്ക് മറ്റേ AWM എടുത്തിട്ട് വന്ന് കൊടുത്തേക്കാം. ഫസ്റ്റ് ഷോട്ട് മിസ്സായിട്ടുണ്ട്. നമ്മൾ ഗ്ലൂ വാളും കാര്യങ്ങളൊക്കെ ഇട്ട് കവർ എടുത്തിട്ട് കേട്ടോ.
ഒന്നൂടെ കൊടുത്തോ കേട്ടോ. അതില് നോക്കാണ്ട് 300 ഡാമേജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടോ. ഇപ്പൊ എന്തായാലും കയറി റഷ് ചെയ്യട്ടോ. അവിടെ 2-3 ആളുണ്ട്. ഒരുത്തനടിച്ചോ ജസ്റ്റ് മിസ്. ഒരുത്തർ റിവൈവ് വന്നിട്ടോ. നമുക്ക് എന്തായാലും കയറി റഷ് ചെയ്യാൻ. നമ്മൾ ബൂക്കും കാര്യങ്ങളൊക്കെ കിട്ടുന്നുട്ടോ. നമുക്ക് കയറി അടിക്കാനാട്ടോ. വീണതിനെ കൊണ്ട് അടി. മൂന്നെണ്ണം തന്നെ നോക്കാക്കിട്ട് ഒന്നിനെ ഫിനിഷിങ്ങിന്റെ അടുങ്ങൾ അടിച്ചിട്ടോ. അതിന്റെ ഇടയിൽ സോണ് വന്നു. നമുക്ക് അതിനെ പുറത്തേക്ക് കടന്നിട്ട് അതിന് ആ ടീമിന്റെ അടുത്ത് നോക്കാക്കിയതിന്റെ വെറുതെ തൊട്ടതല്ലോ. അപ്പതിനും 19 ഡാമേജ് കൊടുത്തതും അവന്റെ കാര്യം തീരുമാനമായിട്ടോ. മാർക്കോന്നൊക്കെ എഴുതി വന്നിട്ട് അങ്ങനെ നമ്മളങ്ങനെ റൗണ്ട് 5ലേക്ക് കടന്നിട്ട് കേട്ടോ. ഇത് ജയിക്കുകയാണെങ്കിൽ നമ്മള് 41 ഷാറായിട്ട് ആവുന്നാണ് എന്റെ തീരുമാനം കേട്ടോ. കറക്റ്റായിട്ട് എത്ര എന്നറിയില്ല. നമ്മളെ ജമ്പിങ്ങിന്റെ ആ സാധനം എടുത്തിട്ടോ. ജമ്പിങ്ങിന്റെ ഷൂ ഇല്ലേ, അത് എടുത്തിട്ടുണ്ട്. ഈ സ്ഥലമായ കാരണം പിന്നെ എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. എനിക്ക് ഈ സ്ഥലത്തില് കളിക്കാൻ വലിയ ഇതില്ല, ഒരു ഇൻട്രസ്റ്റ് ഇല്ല, ഒരു ഇതില്ലാത്തൊരു സ്ഥലമാണ്. നമുക്ക് എന്നാലും പോയോക്കാം. വന്നത് CS വന്നതല്ലേ, കളിക്കാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ബാക്ക് അടിച്ചാലാണെങ്കിൽ ഹോണർ സ്കോർ കുറയും ചെയ്യും. അത് കാരണം നമുക്ക് കളിച്ചോക്കാട്ടോ എന്തായാലും. നമ്മുടെ ടീംമേറ്റും കാര്യങ്ങളൊക്കെ അതാ ജനങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. 3-ാം നമ്പറാട്ടോ നമ്മുടെ മുമ്പിൽ. ഫുഡ് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ വരുന്നില്ല എല്ലാവർക്കും. ഇവിടുന്ന് ആളുകളുടെ ബാക്കിൽ വരുന്ന വന്നിട്ട് അവൻ ഊക്കോങ്ങായിട്ട് നമുക്ക് എന്തായാലും നമ്മുടെ ടീംമേറ്റിനെ റിവൈവ് ചെയ്യട്ടോ. നമ്മൾ ഗ്ലൂ കണ്ടിട്ട് നമ്മുടെ ടീംമേറ്റിനെ റിവൈവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വേറൊരു ചാടി വന്നിട്ട് നമുക്ക് അടിക്കട്ടോ. അങ്ങനെ ഒരുത്തനെ നോക്കി അടിച്ചിട്ട് അവനെ തീർക്കണം. നമുക്ക് അതിനിടയിൽ വേറെ ഒട്ടും വന്നു. അവൻ റിവൈവ് ചെയ്യുമ്പോൾ അവനടിച്ചപ്പോൾ ബാഗ് ചാടി വരും സൈഡിൽ അവനടിക്കും. അവനെ വീഴ്ത്തേണ്ടതായിരുന്നു. പക്ഷെ അവനെ വീഴ്ത്തിയില്ല. അവൻ കണ്ടില്ലായിരിക്കും. ഇതറ അവിടെ അടിക്കണ ചാടി അടിക്കണോ അതല്ലേ. അങ്ങനെ നമ്മൾ റൗണ്ട് കാര്യങ്ങളൊക്കെ ജയിച്ചിട്ടുണ്ട്. നമ്മൾ മൂല്യം കാര്യങ്ങളൊക്കെ അടിച്ചിട്ടുണ്ട്. നമ്മുടെ ടീമേറ്റ് നമ്മളെ വന്ന് റിവൈവ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മളും ദാലോക്ക് നിൽക്കുന്നു കേട്ടോ. എന്റെ പേരിക്ക് എന്താന്ന് ചോദിച്ചാൽ വലിയ കാര്യമായിട്ട് അറിയില്ല കേട്ടോ. അപ്പൊ അതാ വരുന്ന കേസ് നമ്മുടെ മാർക്കം നടന്നു വരുന്നുണ്ട്. അവിടുന്ന് നടന്നിട്ടല്ല ചാടി വരുന്നുണ്ട് കേട്ടോ. എന്താ നമ്മൾ 6 എലിമിനേഷൻസ് ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതാണ് നമ്മുടെ സ്കോഡ്. 41 സ്റ്റാറിന് 42 സ്റ്റാറായിട്ട് കേസ്. അപ്പൊ എന്തായാലും ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാൻ പോകട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളത് പിന്നെ ലോബിയിലേക്ക് പോകട്ടോ. ലോബിയിൽ വന്നിട്ട് സാമാര് പിന്നെ സ്റ്റാർട്ട് ആക്കിയിട്ടുണ്ട്. ഞാനത് ക്യാൻസലും കാര്യങ്ങളൊക്കെ ആക്കിട്ടോ. അപ്പോൾ ഫ്രീ ഫയറിന്റെ വീഡിയോ ഇനി നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. BR-ഉം 1v1 ഒക്കെ നമ്മൾ കളിക്കണമായിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ കാണാം. എല്ലാവർക്കും ബൈ.